വെട്ടിമാറ്റൽ സിനിമ വേറെ ഒന്നും എന്ത് പറയാനില്ല. ഒരു പുള്ളിയെപ്പോലെ ഒരു ജാതി രാഷ്ട്രീയവും കർഷക രാഷ്ട്രീയമൊക്കെ പറയാൻ അറിയാവുന്ന ഒരു സംവിധായകൻ തമിഴ്നാട്ടിൽ വേറെ ഇല്ല. അതുപോലെ പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റും സെക്കൻഡും ഏതാ നല്ലതെന്ന് പറയാൻ പറ്റത്തില്ല. അതുപോലെ രണ്ടും മികച്ചത്. ഇതിനകത്ത് അവസാനം സൂരി അവസാനം ഒരു ക്ലൈമാക്സ് സീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പുള്ളി കിട്ടിപ്പനായിട്ടോ ക്ലൈമാക്സ് തീർത്തിരിക്കുന്നത്. അതുപോലെ വിജയ് സേതുപതി, മഞ്ജു വാര്യർ, അഭിനയിച്ച കിഷോർ എല്ലാവരും നല്ല കിടിലൻ പടം എന്ന് പറഞ്ഞാൽ ക്ലാസ് സിനിമ. അത് കാണണമെങ്കിൽ ഇത് തന്നെ വന്ന് കാണണം. കിട്ടില്ല മികച്ച വർക്ക്. ഫസ്റ്റാണ് സെക്കൻഡാണ് അല്ല, അത് ഒന്നും ഫസ്റ്റ് സെക്കൻഡും അത് ഏതാ നല്ലത് ഏതാ ഇതൊന്നും പറയാൻ പറ്റത്തില്ല. രണ്ടും മികച്ചത്. മ്യൂസിക്കും ബീജിയും എങ്ങനെയുണ്ട്? ഇല്ല, ഇളയരാജ തകർത്തിട്ടുണ്ട്. 2 പാട്ട് ചെയ്തിട്ടുള്ളൂ. സിനിമയ്ക്കകത്ത് നമ്മുടെ ട്രെയിലർ കാണിക്കുന്ന ഒരു പാട്ടില്ല, എന്നാലും വേറെ 2 പാട്ടുണ്ട്. വീട്ടിലും ബീജിയും എല്ലാം പുള്ളിക്കാരൻ ഇളയരാജ സ്കോർ ചെയ്തിട്ടുണ്ട്. കൊറിയോഗ്രാഫി ചെയ്യാനുണ്ട്. എല്ലാവരും നല്ല ഞാൻ പറഞ്ഞു എല്ലാ ഫീൽഡും എന്ന് വെച്ചാൽ മികച്ച വർക്ക്. വെട്രിമാരൻ്റെ മികച്ച വർക്ക്. അത് പുള്ളി എല്ലാ ഫീൽഡും പുള്ളി നല്ലപോലെ കൈകാര്യം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു വെട്രിമാരൻ സിനിമ അത് ഓർത്ത് വന്നാൽ മതി. ഓക്കെ. കൂടുതൽ മണ്ണ് നമ്മൾ കണ്ടപ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ എന്തായിരിക്കും എന്നുള്ളത്. ഇപ്പോൾ വിടുതൽ 2ൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇതൊരു ഭയങ്കര സംഭവമായിരിക്കുന്നത്. പക്ഷേ നമ്മൾ പ്രതീക്ഷയെക്കാളും കടത്തി വെട്ടിക്കൊണ്ട് പ്രതീക്ഷയെ കടത്തി വെട്ടിയിട്ടുള്ളൊരു സിനിമയാണ് വന്നേക്കുന്നത്. പക്ഷേ ഈ സിനിമയിൽ ഫസ്റ്റിൽ സൂര്യയാണ് കലക്കിയെങ്കിൽ സെക്കൻഡിൽ വിജയ് സേതുപതിൻ്റെ പൂണ്ട് വിളയാട്ടം എന്ന് പറയുന്നത്. അതായത് ഒരു അവാർഡ് വിന്നിംഗ് പെർഫോമൻസ് തന്നെ വിജയ് സേതുപതി നടത്തിയിട്ടുണ്ട്. മഞ്ജു വാര്യർ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മേക്കിങ്ങിൽ അന്യായ മേക്കിങ്ങും ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ നാളുകൾക്ക് ശേഷം നമ്മുടെ ഇളയരാജയുടെ സംഗീതം വളരെ സെൻറ്റിമെൻറ്റ്, വളരെ നമ്മൾ സിനിമ കഴിഞ്ഞ് പോരുമ്പോൾ നമുക്ക് എന്തോ വലിയ നഷ്ടബോധം. അതായത് നമുക്ക് ഇടയ്ക്ക് നമുക്ക് കരച്ചിൽ വരുന്ന ഒരുപാട് സീനുകൾ ഈ സിനിമയിലുണ്ട്. എനിക്കൊക്കെ വളരെ മാനസിക സംഘർഷം തോന്നി, ഒരുപാട് മാനസിക പ്രശ്നം തോന്നി. ഒന്നും പറയാൻ പറ്റാതെ ഞാൻ ഇറങ്ങിപ്പോകുന്നത്. ഇതൊരു നല്ലൊരു സിനിമയാണ്. പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകളില്ല. അതെ, ഇതിനെക്കുറിച്ച് പറയാനായിട്ട് വാക്കുകൾ. അത്രത്തോളം കഷ്ടപ്പെട്ടെടുത്തേക്കുന്ന സിനിമയാണ്. ഒരുപാട് പേരുടെ അധ്വാനം ഇതിനകത്തുണ്ട്. നല്ല ക്ലാസ് മൂവിയാണ്. പക്ഷേ ഇതിനകത്തൊരു വയലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സിറ്റുവേഷനായിട്ടുള്ള വയലൻസാണ്. അത് നമുക്കറിയാം. ഒരു ഗവൺമെൻറ്റിനെതിരെ ഒരു സായുധ വിപ്ലവം ഒരിക്കലും വിജയം ഭരിച്ചിട്ടില്ല. നക്സൽ പ്രസ്ഥാനമായാലും മാവോയിസ്റ്റ് ആയാലും ഇതൊന്നും ഒരു ആയുധങ്ങളെടുത്തുള്ള ഒരു വിപ്ലവം ഒരിക്കലും ഒരു രാജ്യത്തും വിജയിച്ചിട്ടില്ല. ആ ഒരു മെസ്സേജ് കൂടി ഇതിലൂടെ നടക്കുന്നത് ലക്ഷ്യം നല്ലതാണ്. പക്ഷേ അത് നടത്തപ്പെടുന്ന വഴികൾ അത് സായുധ വിപ്ലവത്തിലൂടെ പോയാൽ ഇതായിരിക്കും അനുഭവം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊള്ളായിരുന്നു, നല്ല പടമായിരുന്നു. ഫസ്റ്റിനെ അപേക്ഷിച്ച് എനിക്ക് സെക്കൻഡാണ് ഇഷ്ടപ്പെട്ടത്. ഇമോഷണലി ഭയങ്കര കണക്റ്റഡായി. സേതുപതിയുടെ അഭിനയം ഒരു വേറെ ലെവൽ പരിപാടിയായിരുന്നു. ബിജിഎം മഞ്ജു വാര്യർ കാര്യങ്ങളൊക്കെ ബിജിഎത്തിനേക്കാളും കൂടുതൽ ഇമോഷണലി കണക്റ്റ് ആവുക ചെയ്യുന്നത് എനിക്ക്. പക്ക വെട്രിമാരൻ പടം ആ ഒരു ടൈപ്പ് സാധനം തന്നെ. പക്ഷെ ഫസ്റ്റിനേക്കാളും കൂടുതൽ എനിക്ക് സെക്കൻഡാണ് ഇഷ്ടപ്പെട്ടത്. സൂര്യയും വിജയ് സേതുപതിയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നമ്മളെ നെറ്റിച്ച് കളഞ്ഞ നല്ല അടിപൊളി പെർഫോമൻസ്. ഫസ്റ്റ് കണ്ടാണോ? ഫസ്റ്റ് കണ്ടാണ്. ഫസ്റ്റിനെക്കാട്ടി സൂപ്പറാണ് സെക്കൻഡ്. കാരണം നമ്മൾ വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു പടമാണ്. കാരണം വിജയ് സേതുപതിയൊക്കെ നെറ്റിച്ച് കളഞ്ഞു. അതേപോലെ സൂര്യയുടെ ഒരു കിട്ടില്ല പെർഫോമൻസ് ക്ലൈമാക്സിലുണ്ട്. അടിപൊളി, ഒരു രക്ഷയില്ല. പിന്നെ മഞ്ജു വാര്യർക്ക് കൊടുത്ത ക്യാരക്ടർ എടുത്ത് പറയേണ്ടതാണ്. നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി പടം. നമുക്കൊരു മനസ്സ് നിറഞ്ഞ് ഇറങ്ങാം. ഇളയരാജ സംഗീതം സൂപ്പറായിട്ട്. ഇളയരാജയുടെ അതേപോലെ വെട്രിമാരൻ്റെ ഡയറക്ഷൻ കിട്ടില്ല, എടുത്തു പറയേണ്ട ഡയറക്ഷനാണ്. സൂപ്പറായിട്ട് കണ്ടന്റ്, നല്ല മെസ്സേജ്, നല്ല പെർഫോമൻസ്, നല്ല മേക്കിംഗ്, വളരെ മനോഹരമായ സിനിമ. ക്ലൈമാക്സ് വളരെ ടച്ചിങ് ആണ്. ഭയങ്കരമായിട്ട് പ്രേക്ഷകർക്കിടയിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന രീതിയിൽ പ്രേക്ഷകരെ നീതിയേൽപ്പിക്കുന്ന രീതിയിലാണ് ക്ലൈമാക്സ് ചെയ്തിട്ടുള്ളത്. മണ്ണിന് മുകളിലോട്ട് നിൽക്കുന്ന മണ്ണിന് താഴെ ഒരിക്കലും പോകുന്നില്ല. മണ്ണിനേക്കാളും കുറച്ചും കൂടെ മേക്കിംഗ് ബേസിൽ മികവ് പുലർത്തുന്ന സിനിമയാണ്. കുറച്ചും കൂടെ ലെങ്ത് കൂടുതലുണ്ട്. അതിനകത്തെ പൊളിറ്റിക്സ് കുറച്ചും കൂടെ പ്രകടമാണ്. വിജയ് സേതുപതിയുടെ കഥാപാത്രം ജാതി വ്യവസ്ഥയും നമ്മുടെ അധികാരി വർഗവും തമ്മിലുള്ള ഒരു ക്ലാഷാണ് സിനിമ. എപ്പോഴും താഴ്ന്ന ജാതിക്കാർ സംഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് വളരെ മഞ്ജു വാര്യന് നല്ല അടിപൊളിയാണ്.